ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് എന്തുകൊണ്ടാണ് കർണാട്ടിക് മ്യൂസിക് ഫ്ലൂട്ടിൽ 2 ഫിംഗറിലും ഹിന്ദുസ്ഥാനി മ്യൂസിക് ഫ്ലൂട്ടിൽ 3 ഫിംഗറിലും പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ 2 സംഗീത ശാഖകളാണ് ഉള്ളത്. ഒന്ന് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും 2 കർണാട്ടിക് മ്യൂസിക്കും. സൗത്ത് ഇന്ത്യയിലുള്ളത് കർണാട്ടിക് മ്യൂസിക്കും, നോർത്ത് ഇന്ത്യയിലുള്ളത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും. ഇതിന്റെ രണ്ടിന്റെ അടിസ്ഥാനം സപ്തസ്വരങ്ങളാണ്. പക്ഷെ ഇതിന്റെ പ്രയോഗ രീതികളിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇത് 2 സംഗീതമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. 2 തരത്തിൽ ഇത് അനുഭവപ്പെടുന്നത്. പ്രയോഗ ശൈലിയിലാണ് ഇത് 2 സംഗീതമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. ഇത് 2 സ്ഥലങ്ങളിൽ ഡെവലപ്പ് ചെയ്തു വന്ന, 2 സംസ്കാരങ്ങളിൽ ഡെവലപ്പ് ചെയ്തൊരു ഡെവലപ്പ് ചെയ്തു വന്ന സംഗീതങ്ങളായതുകൊണ്ടാണ് ഇത് 2 തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഫ്ലൂട്ടിലേക്ക് വരുമ്പോൾ, ഫ്ലൂട്ടിൽ നമ്മൾ ബാൻസുരി എന്നാണ് ഫ്ലൂട്ടിനെ ഹിന്ദിയിൽ വിളിക്കുക. ഓടക്കുഴലിൽ നിന്ന്, പുല്ലാങ്കുഴലിൽ നിന്നൊക്കെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ, മലയാളത്തിൽ നമുക്ക് വിളിക്കാം. നമുക്ക് അങ്ങനെയാണ് ഫ്ലൂട്ടിന്റെ പേര്. ഫ്ലൂട്ടിന് ഇന്റർനാഷണൽ ആയിട്ട് ഫ്ലൂട്ട് പൈപ്പ് ഇൻസ്ട്രുമെന്റുകളുടെ ഗണത്തിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കർണാട്ടിക് മ്യൂസിക് എന്തുകൊണ്ടാണ് 2 ഫിംഗറിൽ വായിക്കുന്നത്, എന്തുകൊണ്ടാണ് 3 ഫിംഗറിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് വായിക്കുന്നത്, ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, കർണാട്ടിക് മ്യൂസിക് വായിക്കാൻ 2 ഫിംഗർ പൊസിഷനാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പൊസിഷൻ. ആ കർണാട്ടിക് മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന രാഗപ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങൾ മാക്സിമം പെർഫെക്ഷനിൽ കിട്ടുന്നതിന് കർണാട്ടിക് മ്യൂസിക് 2 ഫിംഗറിൽ ഫ്ലൂട്ടിൽ വായിച്ചാലേ അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് 2 എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തരാം. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദുസ്ഥാനി മ്യൂസിക് നമ്മൾ ബാൻസുരിയിലാണ് വായിക്കുന്നത്, ബേസ് ഫ്ലൂട്ടിലാണ് വായിക്കുന്നത്, 3 ഫിംഗറിലാണ് വായിക്കുന്നത്. 3 ഫിംഗറിൽ വായിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ പ്രയോഗം അത് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് 3 ഫിംഗർ സായിട്ട് വായിച്ചാലാണ് നമുക്ക് കിട്ടുള്ളൂ. എന്താണ് 2 ഫിംഗർ 3 ഫിംഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഫിംഗർ അടച്ച് പിടിക്കുമ്പോൾ കിട്ടുന്ന ശബ്ദത്തെ, നാദത്തെ നമ്മൾ സായായിട്ട് പരിഗണിക്കുന്നു. അതാണ് 2 ഫിംഗർ എന്ന് പറയുന്നത്. 3 ഫിംഗർ അടയ്ക്കുമ്പോൾ കിട്ടുന്ന ശബ്ദത്തെ അല്ലെങ്കിൽ നാദത്തെ നമ്മൾ സായായിട്ട് പരിഗണിക്കുന്നു. അതാണ് ഹിന്ദുസ്ഥാനിയിൽ നമ്മൾ സായായിട്ട് 3 ഫിംഗറിൽ. രണ്ടും ഒരേ ശബ്ദമാണ്, പക്ഷെ 2 സ്ഥലങ്ങളിലാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ശ്രുതി ജി ഷാർപ്പാണ്. എൻ്റെ കയ്യിൽ 3 ഫിംഗർ ജി ഷാർപ്പിന്റെ ഫ്ലൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ 2 ഫിംഗർ ജി ഷാർപ്പിന്റെ ഫ്ലൂട്ടും ഉണ്ട്. ഞാൻ ജി ഷാർപ്പ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം ശ്രുതി ആയതുകൊണ്ട് 2 വായിക്കാൻ പറ്റാവുന്നതുകൊണ്ടാണ് ഞാൻ ജി ഷാർപ്പ് ശ്രുതി എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കർണാട്ടിക് മ്യൂസിക്കിലും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലും ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള രാഗമാണ് മോഹനം. കർണാട്ടിക് മ്യൂസിക്കിലെ മോഹനം ഹിന്ദുസ്ഥാനിയില് ഭൂപാലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഭൂപാലി മോഹനം, ഭൂപ് എന്നും അറിയപ്പെടുന്നു ഹിന്ദുസ്ഥാനിയിലെ. സരി ഗ പ ധ, ഇതാണ് 2ലെയും സ്വരസ്ഥാനങ്ങള്. 2ഉം പ്രയോഗിക്കുന്ന ശൈലിയിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇത് 2 മ്യൂസിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കർണാട്ടിക് മ്യൂസിക്കിലെ മോഹനത്തിന്റെ ഒരു ചെറിയ പീസ് കേട്ടിട്ട് ഹിന്ദുസ്ഥാനിയിലെ ഒരു ഭൂപാലിയുടെ ഒരു ചെറിയ പീസ് കേൾക്കാം. ഓക്കെ, ഇതാണ് കർണാട്ടിക് മ്യൂസിക്കിലെ മോഹൻ എന്ന് പറയുന്ന രാഗം. സെയിം സ്വരസ്ഥാനങ്ങൾ തന്നെയാണ് ഭൂപാലിയിൽ വരുന്നത്. പക്ഷേ ഭൂപാലി നമ്മൾ 2 ഫിംഗറിൽ വായിച്ചു കഴിഞ്ഞാൽ ഭൂപാലിയുടെ ആ പ്രയോഗങ്ങളും ആ ഒരു ഭൂപാലിയുടെ സങ്കല്പത്തെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഭൂപാലി 3 ഫിംഗർ അതൊന്ന് കാണിച്ചു തരാം.
ഏത് രാഗങ്ങൾ എടുത്താലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ചില കർണാട്ടിക് രാഗങ്ങൾ 3 ഫിംഗറിൽ വായിച്ചാൽ അതിന്റെ പെർഫെക്ഷൻ, അത് ഒരു അപൂർവ രാഗങ്ങൾ മാത്രം. എന്നാലും കർണാട്ടിക് മ്യൂസിക്കിലെ 99% രാഗങ്ങളും 2 ഫിംഗറിൽ തന്നെയാണ് വായിക്കുന്നത്. ഹിന്ദുസ്ഥാനിയിലെ ഏകദേശം എല്ലാ രാഗങ്ങളും 99% രാഗങ്ങളും 3 ഫിംഗറിൽ തന്നെയാണ് വായിക്കുന്നത്. ലൈറ്റ് മ്യൂസിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ആ സംഗീത ശകലത്തിന്റെ സ്വഭാവം അനുസരിച്ച് 2 ഫിംഗറും 3 ഫിംഗറും അതുപോലെ 5 ഫിംഗറും പല ഫിംഗറുകളിലേക്ക് നമുക്ക് നമ്മളുടെ സൗകര്യത്തിന് മാറ്റാവുന്നതാണ്. കർണാട്ടിക് മ്യൂസിക്കിൽ, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ മാക്സിമം നമ്മൾ 2 ഫിംഗറും 3 ഫിംഗറും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വീഡിയോയിലെ കണ്ടന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫ്ലൂട്ട്, ഇപ്പം ഇത് 3 ഫിംഗർ G ഷാർപ്പാണ്, ഇത് 2 ഫിംഗറിൽ വരുമ്പോൾ A ഷാർപ്പായിട്ട് വരും. അത് ശ്രുതിയുടെ തിയറി പഠിച്ചാലാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.